ഹായ് നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്കറിയാം, LBS സെൻറ്റർ വഴി നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനായിട്ടുള്ള BHMCT, ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി, ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്, ഡിഗ്രി പ്രോഗ്രാമാണ്, ഹോട്ടൽ മാനേജ്മെൻറ്റിലെ ഡിഗ്രി പ്രോഗ്രാമാണ്. കേരള ഗവൺമെൻറ്റിൽ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. www.lbscenter.gov.in ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ താഴോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും BHMCT 2024 ന്യൂ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആണ് വരുന്നത്. കേരള ഹോട്ടൽ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതാണ് ആ ടെസ്റ്റിൻ്റെ ഫുൾ നെയിം, കേരള ഹോട്ടൽ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതായത് BHMCTയിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 1 തീയതിയാണ്. മെയ് 1 തീയതി 12 മണി വരെയാണ് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ടൈം എന്ന് പറയുന്നത്, രാത്രി 12 മണി വരെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസിൽ കിടക്കുന്നത് എന്ത് എൻട്രൻസ് എക്സാമിനേഷനാണ്, ഇതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ സിലബസിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഇതിൻ്റെ ഫീസ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളിലേക്ക് നമുക്കറിയാം. അതായത് 2024-25 ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി റെഗുലർ കോഴ്സിലേക്കുള്ള പ്രവേശനം. കേരളത്തിലെ AICTE അംഗീകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനം 2024-25 അധ്യയന വർഷത്തിലെ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി BHMCT അതിലേക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ ക്ഷണിച്ചേക്കുന്നത്. അതിന് www.lbscenter.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെയ് 1 തീയതിയാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ്. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 1200 രൂപയാണ് ജനറൽ വിഭാഗത്തിന്. പൊതുവിഭാഗത്തിന് 1200 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 600 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപ്പോൾ ഈ പ്രവേശനത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ് യോഗ്യതയായിട്ട് പറയുന്നത്. HSC ബോർഡ് നടത്തുന്ന ഹയർ സെക്കൻഡറി പരീക്ഷ അല്ലെങ്കിൽ തത്തുല്യമായി അംഗീകരിച്ച പരീക്ഷകൾ ജയിച്ചിരിക്കണം എന്ന് പറയുന്നത്. അത് നേരത്തെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ അംഗീകരിച്ച വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ പരിഗണിക്കപ്പെടുന്നതാണ്. അതായത് ബേസിക്കായിട്ട് വരുന്നത് +2 ആണ് യോഗ്യതയായിട്ട് പറയുന്നത്. +2 യോഗ്യതയുള്ള ആർക്ക് വേണമെങ്കിലും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്ന, ഈ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെസ്റ്റാണ്. അതായത് ടെസ്റ്റിനകത്ത് 90 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ് നടത്തുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ടെസ്റ്റിൽ ഏതൊക്കെ വിഷയങ്ങളാണ്, എത്ര ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വിഷയങ്ങൾ വരുന്നത് നമുക്ക് പറയാം ഏതൊക്കെയാണെന്നുള്ള കാര്യം. കാരണം അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 90 ക്വസ്റ്റ്യൻസും ചില ഏരിയയിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏരിയ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ അഡ്മിഷൻ പ്രൊസീജിയറിന് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷന് നല്ല വാല്യൂ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 1.5 മണിക്കൂർ എക്സാമിനേഷൻ, 90 ക്വസ്റ്റ്യൻസാണ് ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് ശേഷം ഇവിടെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാനുള്ള മീൻസ് ഇനി പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ LBS സെൻറ്ററിൻ്റെ ഈ വെബ്സൈറ്റ് വഴി തന്നെ നടക്കുന്നതാണ്. അതുപോലെ എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ മാർക്ക് അലോട്ട്മെൻറ്റ് വരുന്നത്, അതായത് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ വരുന്നതിൽ പറഞ്ഞു. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90 ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് വരുന്നത് ബേസിക് മാത്തമാറ്റിക്സിനെ ബേസ് ചെയ്തും, പിന്നെ 20 ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ബേസ് ചെയ്തും, അടുത്ത 20 ക്വസ്റ്റ്യൻസ് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സാണ്. ഓക്കെ, പിന്നെ അവസാനം 30 ക്വസ്റ്റ്യൻസ് വരുന്നത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി അവയർനെസ് നിലവിലാണ്. അങ്ങനെയാണ് 60 + 30 90 ക്വസ്റ്റ്യൻസ് ഈ ഒരു എക്സാമിനേഷന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. 90 ക്വസ്റ്റ്യൻസാണുള്ളത്. അതിൽ തന്നെ 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. 90 മിനിറ്റ് 1.5 മണിക്കൂർ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ആ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഗ്രാജുവേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ കേരളത്തിൽ 2 യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിലാണ് ഈ പറയുന്ന രീതിയിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഗ്രാജുവേഷൻസ് ഉള്ളത്. അതൊന്ന് നമ്മുടെ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, മറ്റൊന്ന് കേരള യൂണിവേഴ്സിറ്റിയാണ്. PJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അണ്ടറിൽ 4 കോളേജുകളിലും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ 3 കോളേജുകളും. അപ്പോൾ ഓരോ കോളേജുകളും ഏതൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്, 7 കോളേജുകളും അവരുടെ അക്കാദമിക് ഫീസും കോഷൻ ഡെപ്പോസിറ്റും എത്രയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നിനൊന്നും വായിക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീനിൽ കാണാം ഏതൊക്കെയാണ് കോളേജുകൾ അവൈലബിൾ ആയിട്ടുള്ള, കോളേജുകളുടെ ഫീസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഒരു ഇയറിലേക്കുള്ള ഫീസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സീറ്റിൻ്റെ എണ്ണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില കോളേജുകളിൽ 60 സീറ്റും, ചില കോളേജിൽ 120 സീറ്റും, ചില കോളേജിൽ 180 സീറ്റുകൾ വരെയുണ്ട്. അപ്പോൾ അതിൽ തന്നെ മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്, അതുപോലെ തന്നെ മെറിറ്റ് സീറ്റും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 2023-24 അധ്യയന വർഷത്തേക്ക് ലിസ്റ്റ് ഓഫ് കോളേജ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ CAP 2023-24 അവിടെ കാണിക്കുന്നത്. ഇതിനകത്ത് അപ്രൂവ്ഡ് ഇൻടേക്ക് എത്രയാണ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് മെറിറ്റ് സീറ്റ് എത്രയാണ്, മാനേജ്മെൻറ്റ് സീറ്റ് എല്ലാം 50-50 ആയിട്ട് എത്രയാണ് ടോട്ടൽ സീറ്റ്, അതിൻ്റെ പകുതി മാനേജ്മെൻറ്റിലും പകുതി മെറിറ്റിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം 4 യൂണിവേഴ്സിറ്റികൾ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ലാസ്റ്റ് വരുന്ന 3 യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും അണ്ടറിലാണ് വരുന്നത്. കോളേജുകളിൽ അങ്ങനെയാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രിയമുള്ളവരെ,
നിങ്ങൾ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്നുള്ള ഈ ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.